السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أفيقوا بني حزن എന്ന തലക്കെട്ടിൽ وقال جندل بن عمرو وضرب بنو عمه مولى له يقال له حوشب. ജന്തൽ ബിൻ അംർ എന്ന ഷായർ പറയാം. ഇവിടെ പശ്ചാത്തലം ജന്തൽ എന്നവരുടെ ബനു അമ്മ, തന്റെ പിതൃവ്യന്റെ മക്കൾ, പിതൃവ്യ സഹോദരന്മാർ ഇദ്ദേഹത്തിന്റെ മൗല അടിമയെ അടിക്കുകയും പരിക്കേൽപ്പിക്കുകയുമൊക്കെ ചെയ്തു. അടിമയുടെ പേര് ഹൗഷബ് എന്നാണ്. യുഖാലു ലഹു ഹൗഷബ്. അങ്ങനെ ഒരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്റെ കുടുംബക്കാരിൽ നിന്ന് ഉണ്ടായതപ്പോ ഇദ്ദേഹം പറഞ്ഞ ഏതാനും വാക്കുകളാണ്. ഇൻ കുന്തു ലാ ഉർമ വതുർമ കിനാനതി തസിബ് ജാനിഹാതുൻ നബിലി കശ്ഹി വമൻകിബി فقل لي بني عمي فقد وأبيهم منو بحريث الشدق أشواس أغلبي أفيقوا بني حزن وأهواؤنا معا وأرحامنا موصولة لم تقلب ولا تبعثوها بعد شد عقالها ولا تبعثوها بعد شد عقالها ذميمات ذكر الغب في المتعقب فإن تبعثوها ذميمة قبيحة ذكر الغب للمتعقب ذميمات ذكر الغب في المتعقب فإن تبعثوها ذميمة قبيحة ذكر الغب للمتعبب سآخذ منكم آل حزن بجوشني وإن كان لي مولا وكنت بني أبي. ഇൻ കുന്തു ലാ അർമി എന്നാണ് നമ്മുടെ നുസ്ഖയിലുള്ളത്. പക്ഷെ ഇവിടെ അർത്ഥം വരുന്നത് ഇൻ കുന്തു ലാ ഉർമ, എനിക്ക് റമ്മിയെ ഏൽക്കുന്നില്ലെങ്കിലും, തുർമ കിനാനത്തി, റമ്മി അമ്പ് ഏൽക്കുന്നത് കിനാനത്തി. കിനാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അമ്പ് ഇട്ടുവെക്കുന്ന ഉറക്കാണല്ലോ കിനാനത്ത് എന്ന് പറയുന്നത്, തോലുകൊണ്ടുണ്ടാക്കിയ. എനിക്ക് അമ്പ് ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിലും പറ്റുന്നത് എന്റെ അമ്പ് ഇട്ടുവെക്കുന്ന ഉറക്കാണ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാണ്. ഇവിടെ തന്റെ അടിമ ഹൗഷബ് എന്ന ആൾക്കാണ് എന്ത് പറ്റുന്നത്? മുറിവേൽക്കുന്നത്. അതിനെ അധികരിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് ഇവിടെ യഥാർത്ഥത്തില് എനിക്കെന്ത് ചെയ്യുന്നില്ല? മുറിവേൽക്കുന്നില്ല, ഏറ്റിട്ടില്ല. മറിച്ച് മുറിവേൽക്കുന്നത് എന്റെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന, എന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, എനിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്ന എന്റെ അടിമക്കാണ്. അതാണ് ഇവിടെ കിനാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നു തസിബ് ജാനിഹാത്തുൻ നബിലി കശ്ഹി വമൻകിബി. അതിന്റെ ബയാൻ ജാനിഹാത്ത്, മുഹ്ലിക്കാത്തുകള്, അപകടങ്ങളൊക്കെ പറ്റുന്നത് കശ്ഹി വമൻകിബി, എന്റെ നടുവിനും എന്റെ ചുമലിനുമാണ്. ഇവിടെ ബനു അമ്മ അക്രമം അയച്ചുവിട്ട് അതിന് പരിക്ക് പറ്റിയത് അടിമക്കാണ്. അപ്പോ തന്റെ അടിമക്ക് പരിക്ക് പറ്റുന്നത് തനിക്ക് നേരിട്ടല്ലെങ്കിലും താൻ ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോ അദ്ദേഹം പിന്നെ ചീത്ത പറയുകയും
അതിനെതിരെയൊക്കെ നടപടി എടുക്കുക ചെയ്താലും അപകടം പറ്റുന്നതും ഒക്കെ ആർക്ക് തന്നെയാണ്? തന്റെ കുടുംബക്കാർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് പ്രയോഗിക്കുന്നത്? കശീവ മങ്കിബി, ഒന്ന് മുറിവ് പറ്റുന്നത് തന്റെ പ്രധാനപ്പെട്ട ഭാഗത്താണ് എന്ന ഉദ്ദേശത്തിൽ കശീവ മങ്കിബി എന്ന് പ്രയോഗിക്കാം. അതല്ല എങ്കിൽ ഇങ്ങനെ മുറിവ് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരിൽ നടപടിയെടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റങ്ങളും ചീത്ത പറയലുണ്ടാവും. അങ്ങനെ പറഞ്ഞാലും പറ്റുന്നത് യഥാർത്ഥത്തിൽ ആർക്കെന്നെ? തന്റെ കുടുംബക്കാരായതുകൊണ്ട് കശീവ മങ്കിബി, എന്റെ നടുവിനും ചുമലിനുമാണ് എന്ന് പറയാം. അപ്പൊ രണ്ടർത്ഥത്തിലും സ്വന്തത്തിന് അടിമക്ക് വരുന്ന കാര്യങ്ങൾക്ക് നേരിടുന്നതിലും സ്വന്തം അടിമക്ക് പറ്റുന്ന പരിക്കിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ഒരു ആമായിട്ട് കശീവ മങ്കിബി എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം താക്കീത് പറയാണ്, ഫഖുല്ലി ബനി അമ്മി, പറയുക ബനു അമ്മിനോട്, ഫഖദ് വ അബീഹിം മുനു. ഇവിടെ ശരിക്ക് അസ്ല് ഇവിടെ ബൈത്തിന് വേണ്ടി മാറ്റിയത് ഫഖദ് മുനു വ അബീഹിം എന്നാണ്. വ അബീഹിം എന്നത് ഒരു ഖസ്മിന്റെ വാക്ക് പോലെ. ജാഹിലിയ കാലത്തെ ഒരു ഖസ്മ് ഉദ്ദേശിക്കാത്ത നിലക്കുള്ള ഒരു ഖസ്മാവാം, യഥാർത്ഥ ഖസ്മ് ഉദ്ദേശിക്കാതെ. അതല്ലാതെ അള്ളാഹു അല്ലാത്തവരെയും പിടിച്ച് സത്യം ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, അതനുസരിച്ചും ആവാം. അവരുടെ വാപ്പയെ തൊട്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫഖുല്ലി ബനി അമ്മി, ബനു അമ്മിനോട് പറയുക, ഫഖദ് മുനൂന, ഫഖദ് മുനു, നിശ്ചയമായിട്ടും അവർക്ക് ബലാ സംഭവിക്കപ്പെട്ടിരിക്കുന്നു, ബലാ ഇറങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബി ഹരീത്തി ശിദ്ഖ്, ഹരീത്ത് എന്ന വാക്ക് അസദ് എന്നും അർത്ഥമുണ്ട്, വിശാലമായ എന്നും അർത്ഥമുണ്ട്. ബി ഹരീത്തി ശിദ്ഖ്, ശിദ്ഖ് എന്ന് പറഞ്ഞാൽ പൊട്ടിയത്, പൊട്ടിക്കേറിയത് എന്നൊക്കെയാണ്. വിശാലമായ, പിന്നെ വായ വിശാലമായ എന്നാ ഉദ്ദേശിക്കുന്നത് ബിഹരീത്തി ശിദ്ഖ് എന്നതുകൊണ്ട്. പിന്നെ അശ്വസ് അഗ്ലബി, അശ്വസ് എന്ന് പറഞ്ഞാൽ കിബർ നടിച്ചിട്ട് കണ്ണിന്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി പെടുന്നനെ അസദ് ചാടുന്ന ഒരു പ്രയോഗമാണ്. അസദ് പിടിമൃഗത്തെ കിട്ടാതെ വരുമ്പോ പാത്തും പതുങ്ങി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരൊറ്റ ചാട്ടം ചാടുന്നൊരവസ്ഥ. അത് കിബിറ് കിട്ടണം എന്നുള്ള ഇത് വെച്ചിട്ട് കിബിറ് നടിച്ചിട്ട് അതിനാണ് എന്താ പറയാ, അശ്വസ് എന്ന് പറഞ്ഞത്. അഗ്ലബ് എന്ന് പറഞ്ഞാൽ അസദ്. അപ്പൊ ഇവിടെ നല്ല ദേഷ്യം പിടിച്ച് എന്ത് തന്നെ ആയാലും തന്റെ ഇരയെ പിടിക്കണം എന്ന ഉദ്ദേശത്തോടെ വായ പൊളിച്ചിട്ട്, വിശാലമായ വായ ആക്കിയിട്ട് വായ പൊളിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന ഒരു അസദിന്റെ അപകടം അവർക്ക്, അങ്ങനത്തെ ഒരു അപകടം ബലാ അവർക്ക് പിടിപെട്ടിട്ടുണ്ട് എന്നാണ്. മുനു എന്നുള്ളത് മാദി മജ്ഹൂലാണ്. മുനിയ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ദുഹിയ എന്നാണ് അർത്ഥം, ഇബ്തല എന്നൊക്കെ. അപ്പം അപകടം പറ്റിയിരിക്കുന്നു, വിശാലമായ വായ പൊളിച്ചു നിൽക്കുന്ന, ദേശത്തോടെ നിൽക്കുന്ന സിംഹം നിങ്ങളെ പിടിച്ച് വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുവെച്ചാൽ നിങ്ങൾക്ക് വലിയൊരു അപകടം പ്രതീക്ഷിക്കട്ടെ എന്ന് ഇബ്നു അമ്മിനോട് പറയാം. ഇവിടെ ഫഖദ് മുനു, ഫഖദ് എന്നുള്ള തഅക്കീദിനും മുനു എന്നുള്ള മാദി മജ്ഹൂലും, അതിന്റെ ഇടയിൽ വ അബീഹിം എന്നൊരു ഖസ്മ് കൊണ്ടുവന്നിട്ട് പറയാണ് ഫഖദ് വ അബീഹിം മുനു എന്ന്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, അഫീഖു ബനി ഹസനിൻ, ബനു ഹസന് തന്റെ അവരെ കുടുംബപ്പേരാ ബനു ഹസൻ, അവരോട് പറയാണ് നിങ്ങൾ ഉണരുക. അഫീഖു, അഫാഖ എന്ന് പറഞ്ഞാൽ ബോധശയം സംഭവിച്ച് അതിൽ നിന്ന് ഉണരുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുക, ജഹാലത്തിൽ നിന്ന് ഉണരുക എന്നൊക്കെയാണ്. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജഹലും നിങ്ങളുടെ സെക്കറും ഒക്കെ അടങ്ങുന്ന ഒരു ജഹാലത്ത്, അതിൽ നിന്ന് നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. അറിവില്ലായ്മ കൊണ്ടും മത്ത് പിടിച്ചിട്ടുമൊക്കെയാണ്, കള്ള് കുടിച്ച് മസ്താനമാരായിട്ടാണ് നിങ്ങൾ എന്റെ അടിമയെ ശിക്ഷിക്കുന്നത്, ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് ആ ജഹാലത്തെന്നും
അതുപോലെ തന്നെ ആ മസ്തിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ ഉണരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ടാണ് അഫീഖു എന്ന് പ്രയോഗിച്ചത്. അപ്പൊ ബനു ഹസൻ തന്റെ കബീലയോട് പറയാണ്, അഫീഖു, നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നു പ്രവർത്തിക്കുക. ഏത് സ്ഥിതിയിലും നമ്മുടെ ആശയങ്ങൾ ഒന്നാണ്, നമ്മുടെ കുടുംബക്കാരാണ്. നമ്മുടെ ആശയങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ഇച്ഛകളുമൊക്കെ ഒന്നാണ്. കാരണം നമ്മൾ കുടുംബക്കാരാണ്. അപ്പൊ അർഹാമുന മൗസൂലത്തുൻ, നമ്മുടെ റഹ്മ്, നമ്മുടെ കുടുംബബന്ധം അത് മൗസൂലത്തുൻ, ഇപ്പോഴും ദൃഢമായി ബന്ധിക്കപ്പെട്ടതാണ്. നല്ല ബന്ധമുള്ള കുടുംബബന്ധമാണ്. നിങ്ങൾ ചെറിയ രീതിയിലുള്ള വൈരാഗ്യം കാണിക്കൽ കൊണ്ടോ അതിക്രമം കാണിക്കൽ കൊണ്ടോ ഒന്നും മുറിയുന്നതല്ല. കണ്ടോ, ലം തുഖല്ലബി, അത് മുറിക്കപ്പെട്ടിട്ടില്ല. ബന്ധമായിട്ട് വലിയ ബന്ധത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആശയങ്ങളും നമ്മുടെ കെലിമത്തുകൾ, നമ്മുടെ വാക്കുകളും നമ്മുടെ എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോഴും കുടുംബവും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ചെറിയ അക്രമം കാണിച്ചതുകൊണ്ട് മുറിയുന്ന ഒരു ബന്ധമല്ല ഈ കുടുംബബന്ധം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ജഹാലത്ത് നിങ്ങൾ മാറ്റിവെക്കുക, അതിൽ നിന്ന് നിങ്ങൾ ഉണരുക. വലാ തബ്അഥൂഹാ ബഅദ ശദ്ദി ഇഖാലിഹാ, വലാ തബ്അഥൂഹാ, ബഅസ് എന്ന് പറഞ്ഞ പുനർജന്മം കൊടുക്കുക. ഒട്ടകത്തിന് നിങ്ങൾ പുനർജന്മം കൊടുക്കരുത് എന്നാണ് നേരർത്ഥം. ഇവിടെ ഒട്ടകത്തോട് സാദൃശ്യപ്പെടുത്തുന്നത് യുദ്ധത്തെയാണ്. യുദ്ധത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു യുദ്ധമുണ്ടാക്കരുത്. കെട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ, യുദ്ധമൊന്നുമില്ലാത്തൊരു നല്ല അവസ്ഥയിൽ നിന്ന് നിങ്ങൾ യുദ്ധത്തെ പൊട്ടിപ്പുറപ്പെടിക്കരുത് എന്നാണ് വലാത്ത ബഅഥൂഹ. ഒട്ടകത്തെ, ഉറങ്ങിക്കിടക്കുന്ന ഒട്ടകത്തെ എണീപ്പിച്ച് ഉണർത്തി നിങ്ങൾ അക്രമം കാണിക്കരുത് എന്ന അർത്ഥം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യുദ്ധം ഉണ്ടാക്കരുത്. ബഅദ ശിദ്ദി ഇഖാലിഹ, അതിന് കയറിൽ കെട്ടി ഒതുക്കി നിർത്തിയതിനു ശേഷം, അഥവാ യുദ്ധമില്ലാത്ത ശാന്തമായ സെൽമിന്റെ അവസ്ഥ, ഒരു നല്ല ശാന്തമായ അന്തരീക്ഷമുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടിക്കരുത്. ദമീമത ദിക്രിൽ ഗിബ്ബി ഫിൽ മുത്തഅഖിബി, ഗിബ്ബ് എന്ന് പറയുന്നത് ആഖിബത്തു ശൈ, ഒരു വസ്തുവിന്റെ ഒരു കാര്യത്തിന്റെ അന്ത്യം, നല്ലതുമാവാം ചീത്തയുമാവാം. അതാണ് ഗിബ്ബ്, ആഖിബത്ത്. ആഖിബത്ത് നന്നാവുക ചീത്തയാവുക എന്ന പരാമർശങ്ങളൊക്കെ ആർക്കാണ്? ഫിൽ മുത്തഅഖിബി, ആഖിബത്ത് ചിന്തിക്കുന്നവർക്കാണ് എന്ന് അവരോട് താക്കീത് നിലക്ക് പറയാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, യുദ്ധം പൊട്ടിപ്പുറപ്പെടുവിക്കണ്ട. പുറപ്പെടിച്ചാൽ അത് ദമീമത്ത്, തുടക്കം പറയുന്നുണ്ടല്ലോ, ദമീമത്തെ ദിക്രിൽ ഗബ്ബീന, ദമീമത്ത് എന്ന വാക്ക് ശേഷം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമാക്കുന്നത് ദമീമത്തിനെയാണ് എന്നാണ്, ദമീമത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഇലാഫത്ത് ചെയ്താണ്. യഥാർത്ഥത്തിൽ ദിക്റുൽ ഗബ്ബി ഫിൽ മുത്തഅഖിബി എന്നാണ്, ഒരു മുഅ്തരിലാണ്. അതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ യുദ്ധം പൊട്ടിപ്പുറപ്പെടിക്കണ്ട. അത് പൊട്ടിപ്പുറപ്പെടിച്ചാൽ അത് നിങ്ങൾക്ക് ദമീമത്താവും, നിങ്ങൾക്ക് നഷ്ടാവും. അങ്ങനെ ഒന്ന് പ്രത്യേകം എടുത്തു പറയാണ്. ഈ അന്ത്യം മോശമാവലും നല്ലതാവലൊക്കെ അത് ചിന്തിക്കുന്ന ആളുകൾക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തി പറയാണ്. നിങ്ങൾക്ക് അതുമായിട്ടുള്ള ചിന്തയില്ല, അതുമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല. എന്നാലും നിങ്ങളോട് പറയുന്നു, യുദ്ധം ഉണ്ടാക്കണ്ട. തുടങ്ങിവെച്ചാൽ അതിന്റെ വിന നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം സംഭവിക്കുക. ശേഷം തേക്കീതായിട്ടൊന്നും കൂടെ പറയുന്നു, ഫഇൻ തബ്അഥൂഹാ തബ്അഥൂഹാ ദമീമത്തൻ, അങ്ങനെ നിങ്ങൾ ഹർബ് പൊട്ടിപ്പുറപ്പെടിച്ചാൽ, ഹാ എന്ന ദമീറൊക്കെ മഖാമെന്നറിയപ്പെട്ട നാഖത്ത് യുദ്ധത്തിലേക്കാണ്. നാഖത്തിനെ പറഞ്ഞാലും ഉദ്ദേശം യുദ്ധാണല്ലോ. അപ്പൊ നിങ്ങൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടിച്ചാൽ നിങ്ങൾ പൊട്ടിപ്പുറപ്പെടിക്കുന്നത് ദമീമത്തിനെയാണ്, മോശമായിരിക്കും, നിങ്ങൾക്ക് ഖത്ല് നിങ്ങൾക്ക് വരും എന്നാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞു ദമീമത്തെ ദിക്രിൽ ഗബ്ബി, ഇപ്പൊ പറയുന്നു ഖബീഹത്തെ ദിക്രിൽ ഗബ്ബി ലിൽ മുത്തഗബ്ബിബി. അപ്പൊ നേരത്തെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുവിക്കുന്നത് ദമീമത്താണ് എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഖബീഹത്താണ്. രണ്ടും ഒരർത്ഥം തന്നെ നിങ്ങൾക്ക് മോശമായിരിക്കും. ഇവിടെ പറയുന്നു
കബീഹത്ത ദിക്രിൽ ഗിബ്ബി ലിൽ മുതഗബ്ബിബി. ഗിബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ആഖിബത്ത്. അപ്പോ ഈ ആഖിബത്തിനെ കുറിച്ചുള്ള ചിന്തയും പരാമർശമൊക്കെ ഉപകരിക്കുന്നതായിരിക്കാണ് അന്ത്യം നന്നാവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കല്ലേ. ആക്ഷേപിച്ച് നേരത്തെ പറഞ്ഞ പോലെ പറയാം, നിങ്ങൾക്കങ്ങനെ ആഖിബത്തിനെ കുറിച്ച് ചിന്തയൊന്നുമില്ലല്ലോ, എങ്കിലും പറയാണ് നിങ്ങൾ എന്ത് ചെയ്യരുത്, യുദ്ധം പൊട്ടിപ്പുറപ്പെടിക്കരുത്. പൊട്ടിപ്പുറപ്പെടിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, ഖബീഹത്തായിരിക്കും, ദമീമത്തായിരിക്കും, അതിന്റെ തിക്തഫലം നിങ്ങൾക്ക് മോശമായിരിക്കും എന്നർത്ഥം. എന്നിട്ട് അവസാനം അദ്ദേഹം അവരോട് താക്കീത് സ്വരത്തിൽ പറയാണ്, സഅഖൂദു മിൻകും ആല ഹസ്നിൻ ബി ജൗശനി. ജൗശനി എന്നുമുണ്ട്, ഹൗഷബി എന്നുമുണ്ട്. അപ്പൊ രണ്ടും അദ്ദേഹത്തിന്റെ പേരായിട്ട്. ഹൗഷബാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട പേര്, ജൗഷൻ എന്ന പേരും അടിമക്കുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, സഅഖൂദു മിൻകും ആല ഹസ്നിൻ. ആൽ ഹസ്ൻ എന്ന എന്റെ കുടുംബമേ, നിങ്ങളോട് ഞാൻ പ്രതികാരം ചോദിക്കും. സഅഖൂദു മിൻകും, എന്റെ അടിമയെ ആക്രമിച്ചതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കും. എന്ന് വെച്ചാൽ അതിന് നിങ്ങളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പ്രതികാരം ഒഴിവാക്കി തന്ന് ഒരു നീചമായ പ്രവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്റെ കുടുംബക്കാരൊക്കെ തന്നെയാണ്. കണ്ടോ, വൈൻകാനലി മൗലൻ വകുന്തും ബനി അബി ബനു അബ് എന്ന് വെച്ചാൽ ബനു അമാം. അബ് പിന്നെ അമ്മന് അബ് എന്ന് പറയാറ്, അമ്മനും അബ് എന്ന് പറയും. ആ ഒരു പ്രയോഗത്തിൽ പറയണ വകുന്തും ബനി അബി, നിങ്ങൾ എന്റെ അമ്മന്റെ മക്കളാണ്, പക്ഷേ ഹൗഷബ് എന്റെ മൗലയാണ്, തികച്ചും എനിക്ക് അവകാശമുണ്ട്. അവനെ ആക്രമിച്ചതിന്റെ പേരിൽ അതിനെതിരിൽ നിങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് അത് ഒരു പകരത്തിന് പകരമേ ആവുന്നുള്ളൂ, അനീതിയോ അക്രമോ ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ദിയത്ത് വാങ്ങിയിട്ട് അക്രമം എന്നുവെച്ചാൽ പ്രതികാരം ഒഴിവാക്കി തരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അർത്ഥത്തിൽ എന്റെ കുടുംബക്കാരൊക്കെ തന്നെയാണെങ്കിൽ പോലും. ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ല, അയിന അബി. റസൂലുള്ളാഹി മറുപടി പറഞ്ഞ എന്താ?